എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ദേ ഇന്ന് ഞാനും പുടുമോളും കൂടെയാണ് വന്നിരിക്കുന്നത്. ഹായ് പറയും മോളെ. ഹായ് ഹായ് ഉമ്മ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ബൊട്ടീക്കിലാണുള്ളത്. അപ്പോൾ ഇന്നിവിടെ കുറച്ച് ട്രയൽ റണ്ണൊക്കെ നോക്കാനായിട്ട് കുറച്ച് മാസ്റ്റേഴ്സ് വന്നിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇന്നിപ്പോൾ സൺഡേ ആണ്, അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അപ്ഡേറ്റ് പറയാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിരുന്നു, പൊങ്കാല വീഡിയോ ആയിരുന്നല്ലോ, അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ അമ്മയുടെ സർജറി ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അതായത് അമ്മയുടെ സർജറി കഴിഞ്ഞു, സക്സസ്ഫുൾ ആയിരുന്നു, കഴിഞ്ഞു, നല്ല രീതിക്ക് കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് ബ്രസ്റ്റാണ് അമ്മയുടെ റിമൂവ് ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അതായത് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് ഞാൻ പറയുവാണ്. ദാറ്റ് ഈസ് എൻ്റെ അമ്മയ്ക്ക് ഒരു 2.5 വർഷം മുന്നേ ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം മുതൽ അമ്മ ട്രീറ്റ്മെൻറ്റിലാണ്. കാരണം ഇത് ഡയഗ്നോസ് ചെയ്ത സമയത്ത് അമ്മയ്ക്ക് സ്റ്റേജ് 4 ആയിരുന്നു. അപ്പോൾ സർജറി പോസിബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പം സർജറി ചെയ്യാൻ പറ്റില്ല. ഒരു സെറ്റ് ഓഫ് കീമോ എടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കീമോ ചെയ്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ എന്നാലും അമ്മ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് അതിനെല്ലാം നേരിട്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അമ്മ അങ്ങനെ കാണിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അച്ഛൻ പോലും എൻ്റെ അമ്മേനെ അയൺ ലേഡി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അമ്മ ഭയങ്കരമായിട്ട് അമ്മയ്ക്കെല്ലാം അങ്ങ് മാറും എന്നുള്ളൊരു ഭയങ്കര പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് അമ്മ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ അമ്മയ്ക്ക് നല്ല രീതിക്ക് ഉള്ള ചേഞ്ച് അമ്മയ്ക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മനസ്സിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അമ്മയ്ക്ക് സ്റ്റേജ് 4 ആയിരുന്നു. ആദ്യം വളരെ എന്താ പറയുക, ഡോക്ടേഴ്സൊക്കെ ഇത് ഡയഗ്നോസ് ചെയ്ത സമയത്ത് ആദ്യം SKയിൽ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അതിനുശേഷം നമ്മൾ കിംസിൽ പോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഗോകുലം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. അപ്പം ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും അമ്മ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അമ്മയുടെ ഓങ്കോളജി ഡോക്ടർ രാഹുൽ നമ്പ്യാരാണ് അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ നേഴ്സസും ബ്രദറും എല്ലാം തന്നെ വളരെയധികം ഇവരൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ഇപ്പം പോകുന്നത്. ഇപ്പം എപ്പോഴും ഇങ്ങനെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കാര്യമൊക്കെ അമ്മ വീട്ടിൽ വന്നിട്ട് പറയും. അപ്പോൾ എനിക്ക് ഇവരെ എല്ലാവരെയും അറിയാം, ഞാനും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കാണുന്നതാണ്. പിന്നെ എനിക്ക് ഡെലിവറി ഒക്കെ ആയതിനു ശേഷം എനിക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രദറാണ് അമ്മേനെയും അച്ഛനെയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അമ്മയ്ക്ക് നല്ല രീതിക്ക് വ്യത്യാസം അനുഭവപ്പെട്ടു. അപ്പോൾ വ്യത്യാസം വന്നതിന് ശേഷമാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്ത്, ദാറ്റ് ഈസ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഗ്രോത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ദോഷമൊന്നും ചെയ്യില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും അവർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്രസ്റ്റ് റിമൂവൽ സർജറിയാണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഒപ്പീനിയൻസ് ഒക്കെ എടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ട്രസ്റ്റ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ അമ്മ ചെയ്തതെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മയുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്. അവരെന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയാണ്. അപ്പം അത് കാരണം തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ സർജറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അമ്മ ഓക്കെ ആയിരുന്നു, അച്ഛൻ ഓക്കെ ആയിരുന്നു. അപ്പം ഞാനും ബ്രദറും എല്ലാം നമ്മളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം എന്താ പറയുക, നല്ല രീതിക്ക് നടക്കട്ടെ എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു. അപ്പോൾ സർജറി ഗോകുലം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. അവിടെ ഡോക്ടർ അൻസാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അമ്മയുടെ സർജറി ചെയ്തത്. വളരെയധികം നല്ല രീതിക്ക് തന്നെ സർജറി പോയി. അതിനുശേഷം അമ്മ ഒരു 3 ഡേയ്സോളം അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. കാരണം പോസ്റ്റ് സർജറി അമ്മ 3 ഡേയ്സോളം അമ്മ ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഈ വേസ്റ്റ് ഡ്രെയിൻ ആവുന്ന ഒരു ഹോള് സൈഡിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേസ്റ്റ് ഡ്രെയിനേജ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1 വീക്കും കൂടി അമ്മയ്ക്ക് നല്ല രീതിക്ക് ആ വേസ്റ്റ് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ
അത് വന്നിട്ടുണ്ട്, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 വീക്കിന് ശേഷമാണ് അത് റിമൂവ് ചെയ്തത്. പിന്നെ സ്റ്റേപ്ലർ ആണ്, സ്റ്റേപ്ലേഴ്സാണ് ഇട്ടുന്നത്. അപ്പോൾ അതും റിമൂവ് ചെയ്തു. അപ്പോൾ അമ്മ വളരെയധികം നല്ല രീതിക്ക് ഇപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സമയത്തൊക്കെ എനിക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കംപ്ലീറ്റ് ഫോക്കസ് നമ്മുടെ അടുത്താവും അല്ലേ. അപ്പം ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട് വീട്ടിൽ, അമ്മേനെ കാണാൻ മോളെയും കൊണ്ട് പോകുന്നുണ്ട്. എന്താ ബാ 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 ശകലം എല്ലാ ദിവസവും നമ്മൾ പോകുന്നില്ലേ മോളെ? മൈക്കാണോ നോക്കുന്നത്? ഹലോ, സംസാരിക്കോ? നോ. ഹലോ, 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 അമ്മൂമ്മയെ കാണാൻ പോകണ്ടേ? നോ 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 നോ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ 2 ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇപ്പം ക്യാൻസർ എഫക്റ്റ് ചെയ്ത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എൻ്റെ അമ്മ, പിന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്റർ, എൻ്റെ വല്യമ്മയ്ക്കും. ഇവർക്ക് 2 പേർക്കും സെയിം ടൈമിലാണ് ക്യാൻസർ വന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, വല്യമ്മയ്ക്ക് സ്റ്റൊമക് ക്യാൻസർ ആയിരുന്നു. വല്യമ്മയുടെ ഒരു വലിയ മേജർ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മുടെ ബോഡി വൈസ് നമുക്ക് എന്ത് അസ്വസ്ഥത തോന്നുവാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ കൊണ്ട് കാണിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുവാണ്, നമുക്ക് വയറ് സംബന്ധമായിട്ടോ എന്തെങ്കിലും ഇപ്പോൾ ബ്രസ്റ്റിലാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തോ ശരിയല്ല, നമ്മുടെ ബോഡി നമുക്കൊരു ഇത് കൺവേ ചെയ്യുവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ അതിനുള്ള എന്താ പറയുക പ്രോപ്പർ ഡോക്ടറിനെ പോയി കാണുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് വളരെ എളുപ്പം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലംപ് പോലെ ഇരിക്കുന്നോ, നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റിനും എന്തെങ്കിലും ലംപ് പോലെ ഇരിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ തന്നെ നമ്മൾ ഉടനെ തന്നെ എക്സാമിൻ ചെയ്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതല്ല ഇപ്പം എന്നോട് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഒരു 30-35 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ വർഷവും ഒരു മാമോഗ്രാം എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം മാമോ എടുത്തില്ലെങ്കിൽ പോലും നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമോ അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ ഈ 2 എക്സാമ്പിൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് കൺവേ ചെയ്യാൻ നോക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഒരു വേറെ കാര്യം, ഇപ്പോൾ എൻ്റെ അമ്മയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ വന്നു, അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ എൻഡല്ല, നമ്മുടെ അതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെല്ലാം നല്ല രീതിക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഞാൻ ഇതിലൊന്നും ഒരുപാട് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ എന്നാലും എനിക്കറിയുന്നൊരു ലിമിറ്റഡ് ഒരു നോളജ് വെച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരുന്നത്. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൽ അമ്മയുടെ കാര്യങ്ങളും അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോടും കൂടി പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അമ്മയ്ക്ക് നേരത്തെ ഒരു ലംപ് ഉണ്ടായിരുന്നു, അതമ്മ അത്ര നോട്ടീസ് ചെയ്യാതെ വെച്ചിരുന്ന കാരണമാണ് ഇത് കുറച്ച് വേഴ്സായി പോയത്. കുറച്ച് സ്പ്രെഡ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ബോണിലേക്കും കൂടെ അമ്മയ്ക്ക് സ്പ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോണിലുള്ള ഇഞ്ചക്ഷനും ഒക്കെ അമ്മ എടുക്കുന്നുണ്ട് ഇപ്പോഴും അമ്മയ്ക്ക് ആഫ്റ്റർ സർജറി ഓൾസോ അമ്മയ്ക്കിപ്പം ട്രീറ്റ്മെൻറ്റ്, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് അമ്മയ്ക്കിപ്പം നടക്കുവാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഇപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് നിർത്തണ്ടെന്നാണ് ഡോക്ടറിൻ്റെ സജഷൻസ്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് ഇതൊരു അപ്ഡേറ്റ് പോലെ നിങ്ങൾക്ക് തരാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഷോപ്പിൽ വന്നു, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ. അതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ശ്രീവരാത്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അമ്മയ്ക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഓക്കെ ആയിരിക്കും, അമ്മയ്ക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ് അമ്മയ്ക്ക് വീഡിയോസിലൊക്കെ വരാൻ. അപ്പോൾ അമ്മേനെ ഞാൻ കാണിച്ചു തരാം. പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അമ്മയുടെ എന്തൊക്കെയാണ്, അമ്മ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ വളരെയധികം എഫിഷ്യൻ്റാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. ഒരാളെ നോക്കാനും അവരെ ടേക്ക് കെയർ ചെയ്യാനും, ഇപ്പം എന്തെങ്കിലും സർജറി കഴിഞ്ഞ് കിടക്കുവാണെങ്കിലൊക്കെ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ അച്ഛന് വലിയ ഇഷ്ടമാണ്. ഇഷ്ടം ഇൻ ദ സെൻസ് അച്ഛൻ നല്ല രീതിക്ക് നോക്കും എന്നുള്ളതാണ്. അപ്പം കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അച്ഛൻ്റെ രീതികൾ. അച്ഛൻ BSFലായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ കമൻസിന് താഴെ
ആ വീഡിയോയുടെ താഴെ അമ്മയുടെ ഈ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എടുക്കുന്ന ഈ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. കാരണം എൻ്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ്റിലായിരുന്നു, അച്ഛൻ BSFിലായിരുന്നു. അപ്പോൾ അച്ഛന് CGHS എന്ന് പറയുന്ന ഒരു ഹെൽത്ത് സ്കീമാണ്, ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, CGHS ആണ് അച്ഛന് ഉള്ളത്. അപ്പം ഇപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞത് കൊണ്ട് എനിക്ക് കിട്ടത്തില്ല, എൻ്റെ ബ്രദറിന് 25 ഇയേഴ്സിന് ശേഷം എൻ്റെ ബ്രദറിന് കിട്ടത്തില്ല അങ്ങനെ. അപ്പോൾ എനിക്കും എൻ്റെ ചേട്ടനും ഒന്നും അതിന് കിട്ടില്ല. പക്ഷേ അമ്മയ്ക്കും അച്ഛനും ലൈഫ് ലോങ് CGHS സ്കീം അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ CGHSൻ്റെ അണ്ടറിൽ കുറേ എംപനൽഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റൽസിൽ നമ്മൾ പോകണം എന്നാണ്. അപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ അതിലൊരു ഹോസ്പിറ്റലാണ്. ഗോകുലം അത് കാരണമാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി തുടങ്ങിയത്. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ RCCയിൽ ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറും കൂടി സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്ടർ രാഹുൽ നമ്പ്യാറിൻ്റെ അടുത്ത് തന്നെ കാണിക്കാമെന്ന് വെച്ചത്. കാരണം വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ആളാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം ഹാപ്പി ആയിരുന്നു ഡോക്ടറുടെ അണ്ടറിൽ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അമ്മ ഇപ്പോൾ വളരെയധികം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അമ്മ രാവിലെ എണീറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യും. ഫിസിയോ പോലെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ വളരെയധികം ഓക്കെയാണ് കേട്ടോ. അമ്മ എല്ലാവരും എനിക്കറിയാം ഒരുപാട് പേര് ആ കമൻസിൽ വന്ന് പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അമ്മ വേഗം റിക്കവർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ഒരു വലിയ താങ്ക്സ്. കാരണം നിങ്ങളുടെ പ്രേയേഴ്സിലൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്ന പോലും നമുക്ക് വലിയൊരു കാര്യമാണ്. ഞാനിന്ന് വീട്ടിൽ പോകാൻ സമയത്ത് അമ്മയായിട്ടൊന്ന് സംസാരിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഞാൻ ഇച്ചിരി സമയം കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോവും. വീട്ടിൽ പോയതിന് ശേഷം അമ്മയായിട്ട് നമുക്കൊരു ചെറിയൊരു കോൺവെർസേഷൻ നടത്താം. അപ്പോൾ എന്തായാലും കാണാം. ഹലോ, ഹായ് പറയാം. ഹായ്. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിലെത്തി, കുറച്ച് സമയമായി എത്തിയിട്ട്. ഇപ്പോൾ രാത്രിയായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്ന് വന്ന് എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ വീഡിയോസിൽ വന്ന കമൻസ് ഒക്കെ കണ്ടില്ലായിരുന്നു? കണ്ടായിരുന്നു. കണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷം തോന്നി. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഭയങ്കര സന്തോഷം അതിൽ. അതെ അതെ അതെ. അപ്പം അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ അമ്മയുടെ സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ, ഇപ്പോൾ സർജറി കഴിഞ്ഞ് 1 മാസം 10 ദിവസമായി. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നത്. ഇപ്പം എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും, അത് കുറച്ച് ദിവസം 1 മാസം കൂടെ കാണും. അത് കഴിഞ്ഞാൽ അത് മാറുള്ളൂ. അതാണ്. അപ്പം അമ്മ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പറഞ്ഞതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മെഡിസിനൊക്കെ കറക്റ്റ് സമയത്തിന് കഴിക്കുന്നുണ്ട്. വേറൊരു ദുഃഖമാണ്, പക്ഷെ നമ്മളത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ 2 പെറ്റ് ഡോഗ്സ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ സ്കൂബിയും രണ്ടാമത്തെ ജോജോയും. അപ്പം സ്കൂബീനെ ഞാനും അച്ഛനും പണ്ട് 2013 അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് തന്നെയാണ്. അപ്പോൾ സ്കൂബി അമ്മയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കേട്ടോ. അപ്പം ഞാനുമായിട്ട് കോമൺ ആയിട്ട് എല്ലാവരും അറ്റാച്ച്ഡ് ആണ്, പക്ഷേ എന്നാലും അമ്മയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പം സ്കൂബി കഴിഞ്ഞ മാസം അമ്മയുടെ സർജറി കഴിഞ്ഞ് വന്നൊരു അമ്മ ഡിസ്ചാർജായി വീട്ടിലെത്തി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അത് നമുക്ക് വളരെയധികം ഒരു ദുഃഖമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ജോജോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോജോ കുറച്ച് ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ ജോജോയുടെ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇപ്പോൾ ഞാനും അച്ഛനും കൂടെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഓക്കെയാണ്. ജോജോ ഓക്കെ. ജോജോ ഫീമെയിലാണ്. ജോജോ ക്യാൻസർ സർവൈവർ കൂടെയാണ് അല്ലേ അമ്മ? ജോജോയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ജോജോയും കീമോ ട്രീറ്റ്മെൻറ്റ്സും യൂട്രസ് എല്ലാം റിമൂവ് ചെയ്ത് ആണ് ആ സമയത്ത്. ഒരു കുറച്ച് വർഷം, ഒരു 7 years ബാക്കായിരുന്നു ഇതെല്ലാം നടന്നത്. അപ്പോൾ ജോജോനെ എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ലോ അക്കാഡമിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ജോജോ നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്കൂബിക്ക് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് പെട്ടെന്ന് മരിച്ചു പോയതാണ്. അപ്പം ഓൾഡ് ഏജിൻ്റെ ഒരു ഇഷ്യൂവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അമ്മയ്ക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട്. അമ്മയുടെ ഒരു കുഞ്ഞ്, അതെ അതെ. അപ്പം അമ്മയുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് അമ്മ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു വിഷമം അമ്മയ്ക്കുണ്ട്. അപ്പോൾ അതേ സ്കൂബീനെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ സ്കൂബീനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്കൂബി. അതെ, കണ്ടില്ലേ?
ഇതാണ് നമ്മുടെ സ്കൂബി. അച്ഛനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഇത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതെ ഇതാണ്, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇതാണ് നമ്മുടെ സ്കൂബി. അപ്പോൾ സ്കൂബി ഇനി നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ എന്നാലും ആ ഓർമ്മകൾ എന്നൊന്നും കാണും അല്ലേ, അവൻ കൊണ്ടുവന്നതും ചെറുതായിരുന്ന സമയത്തും ഒരുപാട് മെമ്മറീസ് ഉണ്ട് സ്കൂബിയുടെ. അപ്പോൾ എന്തായാലും സ്കൂബി നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ചാനലിലൂടെ സ്കൂബീനെ അറിയാമായിരിക്കും. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, സ്കൂബിയുടെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കാരണം സ്കൂബിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഉപദ്രവം ചെയ്യില്ല അല്ലേ അമ്മ, ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയായിരുന്നു. അപ്പം ഇപ്പം എൻ്റെ കസിൻ ബ്രദർ വല്യമ്മയുടെ മോൻ്റെ 2 കുട്ടികളും ചെറുതായിരുന്നു. അപ്പോൾ സ്കൂബിയുടെ പുറത്ത് കയറും, കളിപ്പിക്കും അല്ലേ അമ്മ, ഭയങ്കര ചെവിയിലൊക്കെ പിടിച്ച് വലിക്കും. പക്ഷെ എന്നാലും അവ ഒന്നും ചെയ്തിട്ടില്ല. അത്ര ഭയങ്കര ടോളറേഷൻ ഉള്ളൊരു ഡോഗായിരുന്നു. നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ അത് പോയി, ഇനിയില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്രാവശ്യം ഈ വർഷം നമുക്ക് അങ്ങനെ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു കാര്യം നമുക്ക് ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ അവൻ കിടന്ന് അനുഭവിക്കാതെ പോയി. പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നു, അവനിങ്ങനെ കാർഡിയാക് അറസ്റ്റ് പോലെ വന്നിട്ട് അവൻ പോയി. അപ്പോൾ അല്ലാതെ അവൻ കിടന്ന് അനുഭവിച്ചില്ല എന്നുള്ള. പിന്നെ യുത്തനൈസ് ചെയ്യുക അതൊക്കെ വലിയൊരു ജോലിയല്ലേ. അപ്പം ജോലിയുടെ അല്ല, നമുക്ക് തന്നെ അത് കാണാൻ നമുക്ക് സഹിക്കില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ അവനിങ്ങനെ പോയി. അപ്പോൾ അതിൽ അമ്മയ്ക്ക് വിഷമമുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും അത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജോജോ കുറച്ച് ഡിപ്രസ്ഡ് ആണ്, കാരണം ജോജോയുടെ കൂടെ അവൻ ഉണ്ടായിരുന്നല്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു ഡിപ്രഷൻ ജോജോയ്ക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. വീട്ടിൽ ഡിന്നർ ഇന്ന് പുറത്തുനിന്നാണ് മേടിച്ചത്. സാധാരണ അങ്ങനെ പുറത്തൊന്നും മേടിക്കാറില്ല, നമ്മൾ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കി തന്നെയാണ് കഴിക്കുന്നതെല്ലാം. അപ്പോൾ അമ്മയെ ടേക്ക് കെയർ ചെയ്തത് കംപ്ലീറ്റ് അച്ഛനാണ് കേട്ടോ. അപ്പോൾ അതിൽ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു, നന്നായി ടേക്ക് കെയർ ചെയ്ത അമ്മ മാത്രമല്ല എൻ്റെ മോളും പിന്നെ എൻ്റെ മോനും പിന്നെ മരുമകളെന്ന് പറഞ്ഞ മോളാണ്, അതും നന്നായിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരിക്കലും പറയില്ല. അവർ കൂടെ രാത്രിയും പകലും എല്ലാവരും ഉണ്ടായിരുന്നു ഇരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. വരുമ്പോൾ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, എന്നാലും എപ്പോഴും ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കാണും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കാണും. അങ്ങനെ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അച്ഛന് സ്പെഷ്യൽ ഇതെന്ന് പറയുന്നത്, അച്ഛനാണ് കംപ്ലീറ്റ് അമ്മേനെ ഡേ നൈറ്റ് നോക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം അമ്മേനെ അങ്ങനെ ഹോം നേഴ്സ്, അച്ഛൻ അങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു ഹോം നേഴ്സിനെ വെച്ച് ട്രീറ്റ് ഇത് നോക്കണം എന്നൊന്നുമില്ല. പക്ഷെ അതിന് മാത്രമായിട്ട് അമ്മ അങ്ങനെ വീക്കായിട്ട് കാണിക്കുന്നുമില്ലായിരുന്നു. അമ്മയും നല്ല ഓക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ അമ്മേനെ അയൺ ലേഡി എന്നാണ് വിളിക്കുന്നത്. അതെന്താ അമ്മയുടെ ഇത് എത്രാമത്തെ സർജറി എന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതും കൂടെ ഉണ്ട് കേട്ടോ. അമ്മയുടെ 2 സിസേറിയൻ ആയിരുന്നു. അമ്മയുടെ 2 സി സെക്ഷൻ ആയിരുന്നില്ലേ. അപ്പം ചേട്ടൻ വന്നത് സി സെക്ഷൻ, ഞാനും സി സെക്ഷൻ ആയിരുന്നു. 2 സി സെക്ഷൻ. അത് കൂടാതെ അമ്മയ്ക്ക് യൂട്രസ് റിമൂവൽ ചെയ്തിട്ടുണ്ട്, അത് 3rd സർജറി. ഇതിപ്പോൾ 4th സർജറിയാണ് അമ്മയുടെ, 4th സർജറി. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൂബിയുടെ കാര്യം കൂടി പറയണം എന്നുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറയാത്തതാണ്. അപ്പം നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് സ്കൂബിയുടെ കാര്യം പറയാമെന്ന് വെച്ചു. അപ്പോൾ ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഞാനൊരു അപ്ഡേറ്റിന് വേണ്ടി എടുത്ത വീഡിയോ മാത്രമല്ല, കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് സംസാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും താങ്ക് യു അല്ലേ അമ്മ, എല്ലാവർക്കും താങ്ക് യു പറയാം അമ്മ. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ. ഓക്കെ ബൈ.